ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലെ ചില വിശേഷങ്ങളാണ്. ആദ്യം തന്നെ ചൂലെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിറയെ മുറ്റുണ്ട് കേട്ടോ. പക്ഷേ എന്നെ കെട്ടിച്ചു കൊടുത്ത വീട്ടിൽ മുറ്റം കുറവാണ്. ഇവിടെ വന്നാൽ എന്നും രാവിലെ എണീച്ച് മുറ്റടിച്ച് വാരാറുണ്ട്. ഇവിടെ ചെടികളും മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ലൊരു അന്തരീക്ഷമാണ്. അങ്ങനെ മുറ്റടിച്ചു വാരി കഴിയുമ്പോഴത്തേനും ഉമ്മ ഇവിടെ ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെക്കേഷൻ ലീവായത് കൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ നാഷ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നൂലുപുട്ട് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അതിനായിട്ട് നമ്മളിവിടെ മാവൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. നാത്തൂനാണ് ഇവിടെ നൂലുപുട്ട് ഉണ്ടാക്കുന്നത്. നൂൽപുട്ട് അച്ചിലേക്ക് മാവ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നൂലുപുട്ട് തട്ടിലേക്ക് പീച്ചെടുക്കുന്നുണ്ട്. സ്കൂളൊക്കെ ലീവായത് കൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ നല്ല രസമാണ്. എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ കുറേ തട്ട് നൂലുപുട്ട് പീച്ചെടുക്കാനുണ്ട്. വീട്ടിൽ വന്നാൽ അധികം പണിയൊന്നും ഉണ്ടാവില്ല. അമ്മയും നാത്തൂനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരൊക്കെ ചെയ്യും. നൂലുപുട്ട് തട്ടിൽ പീച്ചതിന് ശേഷം ആവിക്ക് വെക്കുകയാണ്. അപ്പോഴേക്ക് ആവിക്ക് വെച്ച നൂലുപുട്ട് ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നൂലുപുട്ടായത് എല്ലാവരും കഴിക്കുന്നുണ്ട്. രാവിലെ തന്നെ അനിയന് പോയിട്ട് പുഴമീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ചട്നിക്കുള്ള തേങ്ങ ഇവിടെ ചിരവാണ്. എല്ലാവരും ഉള്ളത് കൊണ്ട് തേങ്ങ തികയാതെ വന്നപ്പോൾ ഉമ്മ വീണ്ടും തേങ്ങ പൊട്ടിച്ച് ഇവിടെ ചിരകി എടുക്കുകയാണ്. ചട്നി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി ഇവിടെ കഴുകി ഇടുകയാണ് ഉമ്മ. വിറകടുപ്പിലാണ് ഉമ്മ ചോറ് വെക്കുന്നത്. ചട്ടിയിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കുന്നുണ്ട്. അരി വേവാനിട്ടിട്ടുണ്ട്. അരി വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാം. ചട്നിക്കുള്ളത് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് അരച്ചത് നമുക്ക് ഇവിടെ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ചട്നി റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ കോഴികളൊക്കെ ഉണ്ട്. രാവിലെ തന്നെ കോഴികൾ തീറ്റ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ നല്ല മഞ്ഞായത് കൊണ്ട് കോഴികളെ രാവിലെ തന്നെ തുറന്നു വിടാറില്ല ഉമ്മ. അതിൻ്റെ ഒപ്പം തന്നെ കളർ കോഴികളും വീട്ടിലുണ്ട്. അനിയൻ്റെ കുട്ടിക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളർ കോഴിക്കുട്ടികളെ വാങ്ങിയിട്ടുള്ളത്. അപ്പോഴേക്കും ഉമ്മ ഇവിടെ മീൻ നേരാക്കാൻ വേണ്ടി ഇരുന്നു. വാഷിംഗ് മെഷീനിൽ തിരുമ്പാനുള്ള തുണികളും ഇട്ടിട്ടുണ്ട്. മീൻ കുറേ ഉള്ളത് കൊണ്ട് തന്നെ നേരാക്കി തീർന്നിട്ടില്ല. അപ്പോൾ താത്തയും കൂടെ ചേർന്ന് നേരാക്കി എടുക്കുകയാണ്. മീനിൻ്റെ വേസ്റ്റ് വെള്ളം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ മീനിൻ്റെ വേസ്റ്റ് കോഴികൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കോഴിക്കൂട്ടിൽ നിന്ന് അപ്പം നമുക്ക് 2 മുട്ട ഇവിടെ കിട്ടിയിട്ടുണ്ട്. കോഴിക്കൂട്ടിൽ നിന്ന് 2 മുട്ട കിട്ടിയത് ഉമ്മ എൻ്റെ കയ്യിൽ തന്നു. പുഴമീൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വഴുവഴുപ്പ് പോകാൻ വേണ്ടിയിട്ട് മീൻ 2-3 പ്രാവശ്യമായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് താത്താൻ്റെ മോള് ഇവിടെ അടിച്ചുവാരി തുടങ്ങിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കുട്ടികളുടെ ഡ്രസ്സ് അലക്കിയെടുത്ത് ഉണങ്ങാനിടുന്നുണ്ട്. ഉച്ചക്കുള്ള കറിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉമ്മ തേങ്ങ ചിരവി എടുക്കുന്നുണ്ട്. വീടിൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഹോളാണ്. ഹോളിലാണ് ഡൈനിങ് ടേബിളും സെറ്റിയൊക്കെ ഇട്ടിരിക്കുന്നത്. പണ്ടത്തെ വീടാണ്. ഇപ്പോൾ ടൈൽസൊക്കെ ഒട്ടിച്ച് ഇപ്പോഴത്തെ ഒരു ലെവലിലാക്കി എടുത്തതാണ്. വീട്ടിൽ 3 ബെഡ്റൂമാണ് ഉള്ളത്. ഇതൊരു ബെഡ്റൂമാണ്. ഇത് അടുത്ത ബെഡ്റൂമാണ്. ബെഡ്റൂമൊക്കെ ചെറുതാണ്. പണ്ടത്തെ ബെഡ്റൂമുകളൊക്കെ എങ്ങനെയാണ് അതുപോലെ ചെറുതാണ്. അപ്പോഴേക്കും ഉമ്മ ഇവിടെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മുളക് തിരുമ്പി എടുക്കുകയാണ്. കറിക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇന്നത്തെ കറി വെക്കുന്നത് താത്തയാണ്. അങ്ങനെ അടിപൊളിയായിട്ട് മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ പൊരിച്ചതും
പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. വൈകുന്നേരം ആയപ്പോൾ അനിയന് പോപ്കോൺ ഉണ്ടാക്കുന്ന പാക്കറ്റ് വാങ്ങിയിട്ട് വന്ന് ഞങ്ങൾ കുക്കറിൽ ഇട്ട് അത് വേവിച്ചെടുത്തു. അങ്ങനെ ഇവിടെ പോപ്കോൺ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ചായയൊക്കെ വെച്ച് എല്ലാവർക്കും ചായയൊക്കെ ഒഴിച്ച് അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് പോപ്കോണൊക്കെ കഴിച്ച് ഇന്നത്തെ വൈകുന്നേരം അങ്ങനെ എല്ലാവരും കൂടിയിട്ട് രാത്രി ആയപ്പോൾ ക്രിസ്മസിൻ്റെ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.